ഞാൻ ഈ സാധാരണ യൂട്യൂബിൽ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ വിഷയങ്ങളോട് പ്രതികരിക്കുമ്പോഴൊന്നും വളരെ സവിശേഷമായ ഒരു സ്ക്രിപ്റ്റ് ഒന്നും ചെയ്ത് എഴുതി ഉണ്ടാക്കി വെച്ച് തയ്യാറാക്കി അങ്ങനെ പറയുന്നൊരു ശൈലി എനിക്കില്ല. ഓരോ വിഷയങ്ങളെക്കുറിച്ച് വായിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് ചിലപ്പോൾ സുഹൃത്തുക്കളോട് ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സംഗതിയെ അങ്ങ് അവതരിപ്പിക്കുകയാണ് സാധാരണ പതിവുള്ളത്. അല്ലാതെ അതിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു സാധനം സ്ക്രീനിൽ കാണിച്ച് നോക്കി വായിക്കലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കും, ഈ ഒത്തിരി വീഡിയോകൾ എത്ര സമയം കൊണ്ട് ഇത് തയ്യാറാക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ആ പ്രതികരിക്കുന്ന സമയം മാത്രമേ എനിക്കതിന് ആവശ്യമുള്ളൂ. അതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം. കണ്ടൻറ് ഇല്ലെന്ന് അഭിപ്രായമുള്ളവരുണ്ടാവാം, ഉണ്ടെന്ന അഭിപ്രായമുള്ളവരുണ്ടാവാം. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഗോപാലകൃഷ്ണൻ ടിപ്പു സുൽത്താൻ്റെ സംഗതിയുമായി ബന്ധപ്പെട്ട ഒരു സാധനം ചെയ്തിരുന്നു, ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ വളരെ മനോഹരമായി ആ വോയിസ് എടുത്തിട്ട് വളരെ ഭംഗിയോടെ രണ്ടുപേർ ഈ പറയുന്നത് പോലെ അവതരിപ്പിച്ച് അതിൻ്റെ ഒരു ക്ലിപ്പ് പുറത്തിറങ്ങുകയുണ്ടായി. കുറേ പേരെനിക്ക് അയച്ചു തന്നു. ഈ ചിലപ്പോഴൊക്കെ എൻ്റെ റീൽസിലെ ടോക്സൊക്കെ പലപ്പോഴും വീഡിയോ ചെയ്യാനൊക്കെ പലരും ഉപയോഗിക്കുമെങ്കിലും ഇതൊരു സവിശേഷമായ ഉപയോഗമായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ആ സംഗതി. അതായത് ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായ ഗോപാലകൃഷ്ണൻ ഒരു പ്രസ്താവന പറയുകയുണ്ടായി. അതായത് ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെയൊക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. ശരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു സാഹചര്യത്തിൽ പറയുന്നത് കൊണ്ടാണ്. അല്ല, ഗോപി ആദ്യം പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ കാലം ആവുമ്പോ സാധാരണ ഇലക്ഷൻ കാലഘട്ടത്തിൽ എല്ലാവരും ഉന്നയിക്കുന്ന അപ്പം ജീവിച്ചിരിക്കുന്ന ആളിനെ കുറിച്ചോ തൊട്ടു മുമ്പ് വന്ന ഒരാളിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥാനാർത്ഥികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ EMSന്റെ ചെറുമകനാണ്, അല്ലെങ്കിൽ മണ്ണത്ത് പത്മനാഭന്റെ ഇന്നാരാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ സാമൂഹിക സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളുടെ പരമ്പരയിൽപ്പെടുന്നവരാണെന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥികളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഗോപാലകൃഷ്ണൻ അങ്ങനെ പരമ്പരയും പാരമ്പര്യവും അവകാശപ്പെടാനില്ല എന്ന് മാത്രമല്ല, ഗോപാലകൃഷ്ണന് വേറെ എന്തെങ്കിലും ഒരു ഭരണം കൊണ്ടുവരണം എന്ന് പറയാൻ ഒരു മാതൃകാ ഭരണവും വേറെങ്ങുമില്ല. ഇപ്പൊ ഗുജറാത്തിലെ ഭരണം കൊണ്ടുവരുമെന്നോ, പിന്നെ UPയിലെ ഭരണം കൊണ്ടുവരുമെന്നോ, ബീഹാറിലെ ഭരണം കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞാൽ മലയാളി എടുത്ത് ഈ ഓടെ കളഞ്ഞളയും. അപ്പൊ അതുകൊണ്ട് പുള്ളി കണ്ടുപിടിച്ചൊരു സാധനമാണ് ടിപ്പു സുൽത്താൻ കാലഘട്ടത്തിൽ ഹിന്ദുക്കളെ കൊന്നു എന്ന് പറയുന്നൊരു സംഗതിയാണ് പുള്ളി തുറന്നു വിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 1700-കളിലാണ് ഈ ടിപ്പു സുൽത്താൻ ആദ്യമായിട്ട് ഈ കേരളം ആക്രമിച്ചു വന്ന് 17 വയസ്സേ ഉള്ളൂ. അന്നത്തെ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ ആരെയും കൊല്ലേണ്ടിയൊന്നും വന്നിട്ടില്ല. ഈ ടിപ്പു സുൽത്താൻ വന്നപ്പോ തന്നെ നാടുവാഴികളും മറ്റൊരു ഒക്കെ ഓടി പേടിച്ച് ഉള്ള കിണറ്റിലും കുഴിയിലും ഒക്കെ മറിഞ്ഞു വീണ് അതിന്റെ ഒരു പരുവമായി അങ്ങ് പോയത്. ടിപ്പു സുൽത്താൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗോപാലകൃഷ്ണന്റെയും നമ്മുടെയൊക്കെ ഈ അമ്മുമ്മമാരെ ഉണ്ടല്ലോ, അമ്മുമ്മയുടെ അമ്മുമ്മയൊക്കെ തുണി ഉടുപ്പിച്ചു എന്നുള്ളതാണ് യഥാർത്ഥം. കാരണം ടിപ്പു സുൽത്താൻ വരുമ്പോ ഇവിടെ മാറി മറയ്ക്കാനെന്നുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ടിപ്പു സുൽത്താൻ സന്ദർശിച്ചപ്പോ കാണാൻ എല്ലാരും താണ്ടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, അതൊന്നും ഇവിടെ പറ്റത്തില്ല, ഇവിടെ മാറി മറച്ചുകൊണ്ടേ നിൽക്കാനൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ മാറി മറപ്പിച്ചത് ടിപ്പു സുൽത്താൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലാതെ ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ ആക്രമിച്ചു എന്നൊക്കെ ഈ അദ്ദേഹം പറയുന്ന നമ്മുടെ ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ ഒരു കാര്യമില്ല. കണ്ടല്ലോ എത്ര ഭംഗിയോടെയാണ് അവർ ആ ശബ്ദത്തെ എഡിറ്റ് ചെയ്ത് ഭാവാഭിനയത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഒരുപാട് അഭിനന്ദനങ്ങൾ ആ ഭംഗിയുള്ള അവതരണത്തിന്, ആ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന്, അതിൻ്റെ ആ ഒരു ഐഡിയ കൺസീവ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്തതിന്, പ്രത്യേകിച്ച് ആ എൻ്റെ ശബ്ദത്തോടൊപ്പം അഭിനയിച്ച ഗോപിക ശബ്ദം അനുകരിച്ച ആളിനെ സംബന്ധിച്ച് വളരെ കുറച്ച് ഇതേ സ്ലോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ശബ്ദത്തെ അനുകരിക്കുകയും ഞാൻ പറഞ്ഞതിനെ അതിൻ്റെ ഒരു വികാരഭരിതമായ പ്രതലങ്ങളിൽ വെച്ച് അത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഇരുവർക്കും അഭിനന്ദനങ്ങൾ.